സാറേ, ഇവിടെ ഒരു പുഴയിൽ നിന്ന് ബോഡിയുടെ പാർട്സ് കിട്ടിയിട്ടുണ്ട്. കയ്യോ കാലോ മറ്റാണെന്ന് തോന്നുന്നു. गोरी तेरा गांव बड़ा प्यारा, मैं तो गया मारा आके यहाँ रे। उस पर रूप तेरा सादा, चंद्रमा जो आधा आधा जवां रे। गोरी तेरा गांव बड़ा प्यारा, मैं तो गया मारा आके यहाँ रे। ഇനി പറ, നീ ആരെയാ കൊന്നത്? എന്തിനാ കൊന്നത്? ആ ബോഡി എവിടെയാ ഒളിപ്പിച്ചത്? ചോദിച്ചത് കേട്ടില്ലേ? പെട്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് പണി എളുപ്പമായി. ഇല്ലെങ്കിൽ നീ ഇവിടെ കിടന്ന് അനുഭവിക്കേണ്ടി വരും. സാർ, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. ഒരു ഉറുമ്പിനെ പോലും നോവിക്കാത്തവനാണ് ഞാൻ. ഞാൻ എങ്ങനെ ഒരാളെ കൊല്ലുന്നത്? എടാ, നിന്നെ ഞങ്ങൾ വെറുതെ പിടിച്ചോണ്ട് വന്നതാണോ? വ്യക്തമായ തെളിവോട് കൂടിയാണ് നിന്നെ ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്നത്. ഇനി ആരെ, എന്തിന്, ആർക്ക് വേണ്ടി, അത് മാത്രം നീ പറഞ്ഞാൽ മതി. സാർ, കുറച്ച് വെള്ളം തരൂ. സാർ, ഞാൻ പറഞ്ഞതല്ലേ, എനിക്കൊന്നും അറിയില്ല. ഞാൻ ആരെയും കൊന്നിട്ടില്ല. സാർ, ഞാൻ പറഞ്ഞത് സത്യമാണ്. എനിക്ക് ഭാര്യയും ഒരു മകളുമാണ്. അവർ ഇതറിഞ്ഞാൽ വിഷമിക്കും. എന്നെ വിടണം സാർ. ഞാൻ പൊയ്ക്കോട്ടെ? ദാ, ലാലേട്ടൻ്റെ ഒരു പുതിയ സിനിമയാ, ഒന്ന് കണ്ടു നോക്ക്. ഇനി നീ എന്താ പറയാൻ പോകുന്നത്? ഈ വീഡിയോയിലുള്ളത് നീ അല്ലെന്നാണോ? ഈ വീഡിയോ ഒറിജിനലായിരിക്കും സാർ. പക്ഷേ ഇതിലുള്ളത് ഞാനല്ല.
ഇത്തിരി വ്യക്തമായ ഒരു വീഡിയോ ഉള്ളപ്പോൾ ഇത് നീയല്ലെന്ന് പറഞ്ഞാൽ ആരാ വിശ്വസിക്കുന്നത്? സാർ ഇത് വിശ്വസിച്ചേ മതിയാകൂ. ഇത് ഞാനല്ല. എന്നെ നീ കളിപ്പിക്കരുത്, എൻ്റെ വിധം മാറും. സാർ ഞാൻ പറഞ്ഞത് സത്യമാണ്. എനിക്കൊരു ഇരട്ട സഹോദരൻ കൂടിയുണ്ട്. അതെ സാർ. ചെറുപ്പത്തിലെ ഞങ്ങളുടെ അമ്മ മരിച്ചതാ. അമ്മയുടെ മരണത്തിന് ശേഷം അച്ഛനാണ് ഞങ്ങളെ വളർത്തിയത്. അവൻ 10-15 വയസ്സുള്ളപ്പോൾ തന്നെ മോഷണവും പിടിച്ചുപറിയും തുടങ്ങി. ഇത് കാരണം അച്ഛൻ അവനെ ഒരിക്കൽ വീട്ടിൽ നിന്ന് പറഞ്ഞു വിട്ടതാ. പക്ഷേ ഒരു ദിവസം അവൻ തിരിച്ചു വന്നു. അന്നവനെ അച്ഛൻ വീട്ടിൽ കയറ്റിയില്ലായിരുന്നു. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പഴയതിൽ മോശമായിരുന്നു അവൻ്റെ അവസ്ഥ. പിന്നെ അവൻ വീട്ടിലേക്ക് വന്നിട്ടില്ലേ? വന്നിരുന്നു സാർ. ഒരു 3 മാസം മുമ്പ്, അച്ഛൻ മരിച്ച ദിവസം. അച്ഛനെ കാണണമെന്ന് പറഞ്ഞു. അതിനുശേഷം ചടങ്ങ് കഴിഞ്ഞ് കാണാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ചടങ്ങെല്ലാം കഴിഞ്ഞ് അവനങ്ങ് പോയി. അച്ഛൻ മരിച്ചത് അറിഞ്ഞാണോ? അതറിയില്ല സാർ. വന്നു, ചടങ്ങുകളൊക്കെ കഴിഞ്ഞിട്ടങ്ങ് പോയി. നീയൊന്നും സംസാരിച്ചില്ലേ? ചടങ്ങ് കഴിഞ്ഞ് സംസാരിക്കുക എന്നാ കരുതിയത്. പക്ഷേ കഴിഞ്ഞില്ല. പിന്നെ നീ അവനെ കണ്ടിട്ടില്ല? അന്വേഷിച്ചു സാർ. അവൻ്റെ പഴയ ഗ്യാങ്ങിൻ്റെ കൂടെ ഇവിടെ അടുത്തെവിടെയോ ഉണ്ടെന്ന് അറിഞ്ഞത്. പക്ഷേ കാണാൻ സാധിച്ചില്ല. സാർ, പണ്ടും ഇവൻ കാരണം ഞാൻ ഒരുപാട് വഴി കേട്ടിട്ടുള്ളതാ. മുൻപ് പിടിച്ചുപറിയും മോഷണവും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ കൊലപാതകി വരെയായി. ഇവനെ കരുതി എനിക്ക് പേടിയാകുന്നു സാർ. ഇപ്പോൾ അവൻ എവിടെ ഉണ്ടാവും? വല്ല ഐഡിയ ഉണ്ടോ? സാർ, നേരത്തെ അവൻ ബോംബെയിലാണെന്ന് അറിയാൻ കഴിഞ്ഞത്. 2 വർഷം മുമ്പ് നാട്ടിലെങ്ങാണ്ട് വന്നിരുന്നെന്നാണ് അവൻ്റെ സുഹൃത്തുക്കൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ അച്ഛൻ മരിച്ചപ്പോഴാണ് അവനെ കാണുന്നത്. സാർ, കുറച്ച് കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഞാൻ അയാളുടെ വീട്ടിലും പരിസരത്തൊക്കെ അന്വേഷിച്ചായിരുന്നു. അവിടെ അയാളുടെ ഭാര്യയും ഒരു മകളും മാത്രമാണ് ഉണ്ടായിരുന്നത്. ഞാൻ അയാളുടെ അറസ്റ്റ് ചെയ്ത കാര്യമൊന്നും പറഞ്ഞിട്ടില്ല. ഒരു എൻക്വയറിയുടെ ഭാഗമായിട്ട് വന്നെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. സാർ, വേറൊരു പ്രശ്നമുണ്ട്. അയാൾക്കൊരു ഇരട്ട സഹോദരൻ കൂടിയുണ്ട്. അയാളെ പറ്റി നല്ല അഭിപ്രായമൊന്നും നാട്ടുകാർക്ക് പറയാനില്ല. ഇയാളുടെ അച്ഛൻ പണ്ടേ വീട്ടിൽ നിന്ന് പുറത്താക്കിയതാണ്. പിന്നെ ഈ ഇടയ്ക്ക് അയാള് വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു, അയാളുടെ അച്ഛൻ മരിച്ച ദിവസം. സാർ, ഇതൊരു പ്രശ്നമാണല്ലോ സാർ. സാർ, അങ്ങനെയാണെങ്കിൽ അവനായിരിക്കുമോ ഈ കൊല ചെയ്തത്? അവനാണല്ലോ ഈ ക്രിമിനൽ പശ്ചാത്തലമൊക്കെ ഉള്ളത്. എനിക്ക് തോന്നുന്നു. എന്ത് ചെയ്യും സാർ? ഇതിപ്പോ ആകപ്പാടെ കുഴഞ്ഞു മറിഞ്ഞ കേസായല്ലോ. ഇനിയിപ്പോ കൂടുതൽ തെളിവൊന്നും കിട്ടാതെ ഇയാളെ കസ്റ്റഡിയിൽ വെച്ചിരിക്കാൻ പറ്റില്ലല്ലോ. ഞാൻ വിളിക്കാം. ഓക്കെ സാർ, ഓക്കെ. ഇപ്പോൾ നീ പൊയ്ക്കോ. നീ എപ്പോൾ വിളിച്ചാലും നീ ഇവിടെ വരണം. സ്റ്റേഷൻ പരിധി വിട്ട് പോകാൻ പാടില്ല, മനസ്സിലായല്ലോ? ഓക്കെ സാർ. സാർ, എന്താവശ്യമുണ്ടെങ്കിലും വിളിച്ചാൽ മതി സാർ. സാർ, എത്രയും വേഗം അവനെ പിടിക്കണം.
പണ്ട് നമ്മൾ പല തെമ്മാടുതരം കാണിച്ചിട്ടുണ്ട്, പക്ഷെ കൂടുതലും പിടി വീഴുക നിനക്കായിരുന്നു. അത് ഞാൻ കുറെ സന്തോഷിച്ചിട്ടുണ്ട്. പിന്നെ പിന്നെ നീ എനിക്കൊരു ഭാരമായി തീർക്കണം. അതെന്താണല്ലോ അച്ഛന്റെ സ്വത്ത്. അച്ഛൻ നിന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കിയപ്പോഴൊക്കെ ഞാൻ കുറെ സന്തോഷിച്ചിരുന്നു. അച്ഛൻ മരിച്ചതിന്റെ അന്ന് തന്നെ നിനക്ക് വീട്ടിലൊന്നെ സേവ കൊടുക്കണം. അന്ന് നിന്നെ പിണക്കാതെ വിട്ടത് സ്വത്തിൻ്റെ പകുതി തരാനാണെന്ന് വിചാരിച്ചോടാ. നിന്നെ ഇതേപോലെ കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നടാ. പിന്നെ ഇത് ഈ കേസ് ഞാൻ നിന്റെ തലയിൽ തന്നെ വെക്കോടാ. ഹലോ സാറേ, ഇവിടെ ഒരു പുഴയിൽ നിന്ന് ബോഡിയുടെ പാർട്സ് കിട്ടിയിട്ടുണ്ട്. ആണോ? കയ്യോ കാലോ മറ്റാണെന്ന് തോന്നുന്നു. ഈ മണൽ വാരാൻ വന്ന തൊഴിലാളികൾക്കാണ് അത് കിട്ടിയത്. അത് നമ്മൾ അന്വേഷിക്കുന്ന ആളുടെ മറ്റേ ആണോ? സാറേ, കൊല്ലപ്പെട്ട ആളുടെ ബോഡി പാർട്സ് ആണെങ്കിൽ നമുക്ക് കാര്യങ്ങളൊക്കെ എളുപ്പമായി അല്ലേ സാറേ? സാറേ, ഈ മരിച്ച ആളിനെ കുറിച്ച് ഒരു തെളിവും ഇല്ലാത്ത സ്ഥിതിക്ക് ഇതൊരു വഴിത്തിരിവാവും. മറ്റുള്ള സ്റ്റേഷനിൽ കൂടി മാൻ മിസ്സിംഗ് കേസുകൾ വല്ലതും ഉണ്ടോ എന്നും കൂടി അന്വേഷിക്കണം. ഓക്കെ സാർ, അന്വേഷിക്കാം. ആ ശരി, ഓക്കെ.